ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് എന്നാണ്? ഉത്തരം 1947 ആഗസ്റ്റ് 15. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഏത് ദേശാഭിമാനിയുടെ വാക്കുകളാണിത്? ഉത്തരം ബാലഗംഗാധര തിലക്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച ബ്രിട്ടീഷുകാരൻ ആരാണ്? ഉത്തരം A.O. ഹ്യൂം. രഘുപതി രാഘവ രാജാറാം എന്ന പ്രശസ്തമായ ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം തുളസീദാസ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത്? ഉത്തരം 1857. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഗാന്ധിജി നൽകിയ സമരം ഏത്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മസ്ഥലം ഏതാണ്? ഉത്തരം അലഹാബാദ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഉത്തരം 1929 ലാഹോർ സമ്മേളനം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യം ഏതാണ്? ഉത്തരം സത്യമേവ ജയതേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം W.C. ബാനർജി. സാരേ ജഹാൻ സെ അച്ഛ എന്ന കവിത എഴുതിയത് ആരാണ്? ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. പ്രധാനമന്ത്രിമാരുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? ഉത്തരം അലഹാബാദ്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് ഗാന്ധിജി എത്ര തവണ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു? ഉത്തരം 5 തവണ. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മറ്റൊരു രാജ്യം ഏതാണ്? ഉത്തരം ബഹ്റൈൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ഉത്തരം ചമ്പാരൻ സമരം. ചമ്പാരൻ സമരം നടന്ന വർഷം എന്നാണ്? ഉത്തരം 1917. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏത്? ഉത്തരം പ്ലാസി യുദ്ധം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ലോകമാന്യ എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം കച്ചവടത്തിന് വേണ്ടി. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് എന്നാണ്? ഉത്തരം 1942 ആഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ ദേശീയ നേതാവ് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. കേസരി എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. ഗാന്ധിജിയും അനുയായികളും ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്ന്? ഉത്തരം സബർമതി ആശ്രമത്തിൽ നിന്ന്. ദണ്ഡി യാത്ര ആരംഭിച്ച വർഷം എന്നാണ്? ഉത്തരം 1930.
ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം എന്നാണ്? ഉത്തരം 1942. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ശിപ്പായി ലഹള. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? ഉത്തരം ഉത്തർപ്രദേശിലെ മീററ്റിൽ. ഉപ്പു നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര് എന്താണ്? ഉത്തരം ദണ്ഡി യാത്ര. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്ത വ്യക്തി ആരാണ്? ഉത്തരം യൂസഫ് മെഹ്റലി. ലാൽ, പാൽ, ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരെല്ലാമാണ്? ഉത്തരം ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. മലബാർ ലഹള നടന്ന വർഷം എന്നാണ്? ഉത്തരം 1921. ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയിൽ ആദ്യമായി കടൽ മാർഗം എത്തിയ വിദേശ ശക്തികൾ ഏതാണ്? ഉത്തരം പോർച്ചുഗീസുകാർ. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം സരോജിനി നായിഡു. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം കെ കേളപ്പൻ. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ഉത്തരം ആഗസ്റ്റ് 9. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് എന്നാണ്? ഉത്തരം 1885 ഡിസംബർ 28. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഉത്തരം 1942 നടന്ന ബോംബെ സമ്മേളനം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന അമൃത്സർ ഏത് സംസ്ഥാനത്താണ്? ഉത്തരം പഞ്ചാബ്. വാഗൺ ട്രാജഡി നടന്ന വർഷം എന്നാണ്? ഉത്തരം 1921 നവംബർ 10. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ക്ലമന്റ് ആറ്റ്ലി. ദേശബന്ധു എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം CR ദാസ്. ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചത്? ഉത്തരം ചൗരി ചൗര സംഭവം. പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ലാലാ ലജ്പത് റായ്. ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രഭാഷണം നടത്തിയത് എവിടെ വച്ച്? ഉത്തരം മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ വച്ച്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയതോടെ ഗോവാലിയ ടാങ്ക് മൈതാനം അറിയപ്പെടുന്ന മറ്റൊരു പേര്? ഉത്തരം ഓഗസ്റ്റ് ക്രാന്തി മൈതാനം. ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് ആരാണ്? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ അടങ്ങിയ പാർട്ട് 2 വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണേ.